ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുലശേഖര ആൾവാർ എന്ന കവിയുടെ മുകുന്ദമാലയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകുന്ദമാലയിലുള്ള 5-ാമത്തെ ശ്ലോകവും നമ്മൾ കണ്ടു. അതിൽ പറയുന്നത് നമ്മുടെ ജീവിതാനുഭവങ്ങളെ മാറ്റിമറിക്കുവാൻ നമ്മൾക്ക് സാധ്യമല്ല. അതിനുള്ള ഉപായമായിട്ട് എന്ത് ദുഃഖം വന്നാലും സുഖം വന്നാലും നമ്മൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ ഇടതടവില്ലാതെ ഭക്തി ഉണ്ടായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു 5-ാമത്തെ ശ്ലോകത്തിൽ. 6-ാമത്തെ ശ്ലോകം ചൊല്ലാം. ദിവി വാ ഭുവി വാ മമാസ്തു വാസോ നരകേ വാ നരകാന്തകപ്രകാമം അവധീരിത ശാരദാരവിന്ദോ ചരണോ ദേ മരണേ വിചിന്തയാമി. ഞാൻ ഭൂമിയിലോ സ്വർഗത്തിലോ നരകത്തിലോ വസിച്ചു കൊള്ളട്ടെ. അല്ലയോ നരകവൈരിയായ ഭഗവാനെ, ശരത്കാലത്തിലുള്ള താമരകളെ പോലെ മനോഹരങ്ങളായ അങ്ങയുടെ പാദപത്മങ്ങളെ മരണസമയത്ത് പോലും സ്മരിക്കുവാൻ ഇടവരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ജന്മലാഭ പരപുംസ അന്തേ നാരായണ സ്മൃതി എന്ന് പറയും. ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ നമ്മൾക്ക് ഓർമ്മയുണ്ടാവണേ ഭഗവാനെ, നമ്മൾക്ക് സ്മരിക്കാനുള്ള ശക്തി ഉണ്ടാവണേ മരണസമയത്തും എന്നുള്ള പ്രാർത്ഥനയാണ്. മനുഷ്യൻ എവിടെ താമസിച്ചാലും ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സ്മരിക്കുന്നുണ്ടെങ്കിൽ അവന് എല്ലാം സുഖമായിട്ടാണ് തോന്നുക. മരണസമയത്ത് മനസ്സ് ലൗകികങ്ങളായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുക സാധാരണമാണ്. അപ്പോഴും അതെല്ലാം വിട്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സ്മരിക്കാൻ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. മരണസമയത്ത് എന്ത് സ്മരിക്കുന്നുവോ അതാണ് ഭാവി ജന്മത്തിനുള്ള കാരണമായി തീരുക എന്ന് എല്ലാ വേദങ്ങളും പുരാണങ്ങളും പറയുന്നുണ്ട് എന്ന് ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട്. അടുത്ത ജന്മത്തിലും ഒരു ഭക്തനായി തീരണമെന്നാണ് സാധകൻ്റെ ആഗ്രഹം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം.